ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രാജീവ് ഇപ്പോൾ ആർ- ആം, അലീനയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവനോട് മാപ്പ് ചോദിക്കാനായി ബാലചന്ദ്രൻ പറയുന്നു. മടിച്ചിട്ടാണെങ്കിലും ശിവനും ഇപ്പോൾ മാപ്പ് പറയുന്നുണ്ട്. അതും കാല് പിടിച്ച് തന്നെയാണ് ശിവനും മാപ്പ് പറയുന്നത്. ഇത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കൃഷ്ണമോള്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ ഇതെല്ലാം കഴിഞ്ഞ് ഐയോട് പറയുന്നുണ്ട്, എനിക്ക് പരാതിയൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രാജീവിനോടും ശിവനോടും വന്ന് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞല്ലോ, ഇനി വേറെന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോകാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പോകാൻ തുടങ്ങുന്ന ബാലേന്ദ്രൻ ഒന്നുകൂടെ തിരിച്ചു വന്നിട്ട് രാജീവനോടും ശിവനോടുമായി പറയുന്നുണ്ട്, അവിടെ കൈതക്കൽ വന്നിട്ടേ എല്ലാവരും പോകാവുള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അലീനയുടെ കാര്യം മാത്രമേ തീർന്നിട്ടുള്ളൂ, ഞാനും വൈജയന്തിയും തമ്മിലുള്ള കേസ് അത് വേറെയാണ്, അതുകൊണ്ട് അവിടെ വന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്നും പോകുന്നത്. ഇതൊരു മലമുകളായതുകൊണ്ട് തന്നെ അവിടെ ഫോണിന് റേഞ്ചും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പകുതി വരെ എത്തിക്കഴിയുമ്പോൾ, കുറച്ചിങ്ങോട്ട് താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഫോൺ എടുത്തിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. മനു, അലീനെ കിട്ടി കേട്ടോ. എവിടുന്ന് അങ്കിളെ കിട്ടിയത് എന്ന് മനു ചോദിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട് മനു. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്കൊരു കുഴപ്പവുമില്ല, അവൾ പുലിയല്ലേ, അവളെ തട്ടിക്കൊണ്ടു പോയവന്മാരെ അവർ ഇവളെ അകത്ത് കൊണ്ടിട്ട് ആ റൂം അവൾ അകത്ത് നിന്നും പൂട്ടി. അവൾ എന്നിട്ട് ആ വാതിലിന് മൊത്തം അകത്തു നിന്നും ആണി അടിച്ചു വെച്ചു. അത്രയും ബുദ്ധി അവൾക്കുണ്ടായി. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ബാലൻ പറയുന്നത് കേട്ട് ആകെ വിഷമത്തിലാണ് മനു. ഇത് കേട്ടിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവളുടെ കൊടുക്കണോ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, വേണ്ടെങ്കിലേ ഞാൻ നേരിട്ട് തന്നെ വന്ന് കണ്ടോളാം എന്ന് മനു പറയുന്നു. എന്നൊക്കെ പറഞ്ഞ് മനു ഇപ്പോൾ ഫോൺ വെച്ചിരിക്കുകയാണ്. ഫോൺ വെച്ചിട്ടും ആകെ വിഷമത്തിലാണ് മനു. മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. അങ്ങനെ ഫോൺ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ബാലേന്ദ്രൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മനുവിനോട്, മനു എവിടം വരെ എത്തി എന്നുള്ളത്. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല അങ്കിളെ, എവിടം വരെ ആയെന്ന് പോലും അറിയില്ല, എനിക്കിടയ്ക്ക് ഓർമ്മ പോലും പോയി, ആകെ ടെൻഷനിലായിരുന്നു എന്നൊക്കെ മനു പറയുന്നത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീ പേടിക്കുമൊന്നും വേണ്ട, വണ്ടിയൊക്കെ പതുക്കെ ഓടിച്ച് വന്നാൽ മതി, ടെൻഷനൊന്നും വേണ്ട എന്ന് ബാലേന്ദ്രൻ പറയുന്നു. ശേഷം ഇപ്പോൾ സുലോചനയാണ് കാണിക്കുന്നത്. സുലോചന ഇപ്പോൾ ഗോവർദ്ധൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീനെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് സുലോചന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ആ കൊല്ലപ്പള്ളിക്കാരെ ഒരു മലയിലെ ഒഴിഞ്ഞ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ബാലേട്ടൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ലല്ലോ. ബാലേട്ടനും പോലീസുകാരും കൂടെ പോയി അതെല്ലാം കണ്ടുപിടിച്ചു. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ സുലോചന വൈജയന്തി കേൾക്കാൻ പാകത്തിന് ഉറക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലപ്പള്ളിക്കാരാണോ അവളെ ഒളിപ്പിച്ച് വെച്ചിരുന്നത്? എന്നിട്ട് എങ്ങനെ അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി കേൾക്കാൻ വേണ്ടി ഉറക്കെ സുലോചന ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഏയ് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നുമില്ല, ക്ഷമ ചോദിച്ച് കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കി എന്നാ കേട്ടത് എന്ന് പറയുമ്പോൾ സുലോചന ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീന സഹിച്ച ആ വേദനയ്ക്കും വിഷമത്തിനും ഒന്നും ഒരു വിലയുമില്ലേ? ഉടനെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതിന് അവരൊരു 40 ലക്ഷം രൂപ അലീനയുടെ അക്കൗണ്ടിലേക്ക് ഇടേണ്ടി വരും എന്ന് പറയുമ്പോൾ സുലോചന പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവർദ്ധനെ ബാലൻ വിളിക്കുന്നു. അങ്ങനെ ബാലൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഗോവർദ്ധൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം സുലോചനയോട് അവിടെ നിൽക്കുന്ന ആ നേഴ്സ് ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയെ കിട്ടിയോ എന്ന്. ആ കിട്ടി എന്ന് സുലോചന പറഞ്ഞിട്ട് പറയുന്നുണ്ട്, കുറച്ച് പേര് കൂടി അവളെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്ന് സുലോചന പറയുന്നത് കേട്ട് ഇപ്പോൾ നേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ റേപ്പ് കേസ് വരുമോ എന്ന്. ഉടനെ സുലോചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട്, അല്ല, ഇപ്പോൾ റേപ്പ് കേസ് ഒഴിഞ്ഞ ഒരു ദിവസം പോലും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അവിടെ നിന്നും പോകുന്നു. അവർ പോയി കഴിയുമ്പോൾ സുലോചന ഇപ്പോൾ വൈജയന്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അതേ ചേച്ചി, അലീനെ കിട്ടി കേട്ടോ, അവൾക്കൊരു കുഴപ്പവുമില്ല, കൊല്ലപ്പള്ളിക്കാർ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ബാലേട്ടൻ്റെ അടുത്ത് കൊല്ലപ്പള്ളിക്കാരുടെ ഒരു പരിപാടി നടക്കില്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ? എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? വെറുതെ നാണം കെടാനായിട്ട്. നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് അവരുടെയൊക്കെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്നൊക്കെ സുലോചന ഇപ്പോൾ പറയുന്നത് കേട്ട് ആകപ്പാടെ മിണ്ടാൻ പറ്റാത്ത വൈജയന്തിക്ക് മിണ്ടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ദേഷ്യമൊക്കെ കടിച്ചമർത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട് വൈജയന്തി. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രനും അലീനയും കൃഷ്ണമോളും കൂടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വന്നിട്ടും അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാ എന്ന് പറയുന്നു. അങ്ങനെ വാതിലൊക്കെ തുറന്ന് അലീനയെ ചേർത്ത് പിടിച്ച് ബാലേന്ദ്രൻ അകത്തേക്ക് അലീനയെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ റൂമിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, നിൻ്റെ ദേഹത്ത് പൊടിയും വിയർപ്പും ഒക്കെയുണ്ട്, നീ ഒന്ന് പോയി കുളിച്ചിട്ട് വാ. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അലീനയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുക എന്ന്. നീ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കണം, അവൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ അവന്മാരെ ഒന്ന് കണ്ടിട്ട് വരാം, നിങ്ങൾ റൂമിൽ തന്നെ ഇരുന്നാൽ മതി, അങ്ങോട്ടേക്ക് വരണ്ട എന്ന്
കൃഷ്ണമോളോട് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോളും അലീനയും കൂടി കുളിച്ച് ഫ്രഷൊക്കെ ആകാൻ വേണ്ടി അവരും റൂമിലേക്ക് കയറി പോകുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അവർ 3 പേരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ ബാലേന്ദ്ര സംസാരിക്കാനുള്ളത്? തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇവിടെ എനിക്ക് മാത്രമല്ല തെറ്റ് പറ്റിയത്, ബാലേന്ദ്രൻ തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് തെറ്റാ പറ്റിയത് എന്ന്. അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു. ഉടനെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ നേരത്തെ അറിഞ്ഞു വെച്ചിരുന്നതല്ലേ, ഇവർക്കത് അറിയാൻ പാടില്ലായിരുന്നല്ലോ, തെറ്റിദ്ധാരണ കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടിട്ടുണ്ടെ ബാലേന്ദ്രനും തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരുന്നല്ലോ ഗംഗേട്ടനും ഇവിടെ നിന്ന് പോയത്, എന്ത് ഈ കാര്യങ്ങളൊന്നും ഇവരോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഇനി കൂടുതൽ ആൾക്കാർ അറിയണ്ട എന്നാണ് ഞാൻ കരുതിയത്. നീ വൈജയന്തിയോടൊന്നും പറയില്ലെന്നും എല്ലാം ക്ഷമിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ രീതിയിലല്ലല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ ക്ഷമിക്കുകയല്ലേ ചെയ്തത് എന്ന്. അവളോട് ചെയ്യാവുന്ന ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെയാണ് ഞാൻ അവളോട് പ്രതികരിച്ചത്. അപ്പോൾ ഇവന്മാർക്ക് സഹിക്കാൻ മേലായിരുന്നു. ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു, വേറൊരുത്തൻ സിംഗപ്പൂരിൽ നിന്ന് വരുന്നു. അവന്മാരാണ് ഇത് കുത്തിപ്പൊട്ടിച്ച് ഈ പരുവത്തിനാക്കിയത്. ഇതിൽ കൂടുതൽ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലൻ. ഇത് കേട്ടപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, അല്ല ബാലേന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ അവളെ പീഡിപ്പിക്കുകയായിരുന്നു, അവളെ മാനസികമായിട്ട് തകർക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ബാലേന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്ന് ഞാൻ പിന്നെ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അല്ല ബാലേന്ദ്രൻ രോഷൻ കൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ബാലേന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ബാലചന്ദ്രൻ പൂർണ്ണമായിട്ടും വൈജയന്തിയെ ഒഴിവാക്കി, അങ്ങനെ അവൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് കേട്ട് ബാലേന്ദ്രൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ 23 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പുരുഷൻ്റെ കൂടെ ജീവിച്ചതാണെന്നും അതിലൊരു കുട്ടിയുണ്ടായി ഉപേക്ഷിച്ചതാണെന്നും അറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കണമായിരുന്നോ, അതോ പൂവിട്ട് പൂജിക്കണമായിരുന്നോ, എന്തായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന്. അത്രയ്ക്ക് സഹിക്കാൻ മേലായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം വൈജയന്തിയോട് തുടർന്ന് സംസാരിക്കണമായിരുന്നു, എന്നിട്ടങ്ങ് ഉപേക്ഷിക്കണമായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടത്, അതായിരുന്നു മാന്യമായ രീതി എന്ന് പറയുന്നുണ്ട് രാജീവൻ. ഇത് കേട്ടുടനെ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഇനിയും അവസരമുണ്ട്. നിങ്ങളെ പെങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനും എല്ലാം വിളിച്ചു പറഞ്ഞ് ഈ ബന്ധം അങ്ങ് വേണ്ടെന്ന് വയ്ക്കാം. ഞാൻ എൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ചു വരുത്തി ഒരു ചർച്ചയും നടത്തി ഞാൻ എന്തുകൊണ്ടാണ് വൈജയന്തി ഉപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചേക്കാം. എന്നിട്ട് നമുക്ക് ബന്ധം വേണ്ടെന്ന് വെപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ രാജീവിനോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നാണം ഉണ്ടോടോ തനിക്ക് എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ? താൻ വിവാഹം കഴിച്ച തൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് വേറൊരു പുരുഷൻ്റെ കൂടെ ജീവിച്ചായിരുന്നു എന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ രാജീവ് പറയുന്നുണ്ട്, നീ അനാവശ്യം പറയരുത് എന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് അനാവശ്യമല്ല, ഞാൻ കാര്യമാണ് ചോദിച്ചത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ ഭാര്യയെ എനിക്ക് വിശ്വാസമാണ് എന്ന് രാജീവൻ പറയുമ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട്, എനിക്കും എൻ്റെ ഭാര്യയെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിന് കോട്ടം തട്ടിയപ്പോഴാണ്, അത് അങ്ങനെയല്ല എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ചത്. എന്നിട്ട് ഞാൻ മാന്യമായിട്ട് പെരുമാറാനാണ് ശ്രമിച്ചത്. അതെല്ലാം കുളവാക്കിയത് നിങ്ങളാണ്, നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരമാണ് എന്നൊക്കെ ബാലൻ ചോദിക്കുന്നത് കേട്ട് ശിവൻ ഇപ്പോൾ അവിടെ നിന്ന് പതുക്കെ മാറാൻ നോക്കുന്നുണ്ട്. അത് കണ്ട് ശിവനോടും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കമലയേട്ടത്തി വിവാഹത്തിന് മുമ്പ് 2-3 കുട്ടികൾക്ക് ജന്മം നൽകി ഉപേക്ഷിച്ചതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവേട്ടൻ എന്തായിരിക്കും തോന്നുന്നത്, ശിവേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അത് അന്നേരത്തെ സാഹചര്യം പോലെ ചെയ്യുമെന്ന് പറയുന്നു. ഉടനെ ബാലൻ പറയുന്നുണ്ട്, ഇതുപോലത്തെ വർത്തമാനം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്നും അതിലൊരു കുട്ടി ഉണ്ടായി എന്നും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്തത്? എൻ്റെ അധികാരത്തിലുള്ള എൻ്റെ വീട്ടിൽ കയറി വന്ന് ആ പെൺകുട്ടിയെ ഇവിടുന്ന് 2-3 തവണ ഇറക്കി വിടാൻ ശ്രമിച്ചു. നിങ്ങൾ സ്വന്തം ഭാര്യയ്ക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു എന്നറിഞ്ഞാൽ മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന്. ബാലേന്ദ്രൻ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അഹങ്കാരം കാണിച്ചതാണെന്ന്. ഞാൻ എന്ത് അഹങ്കാരമായിരുന്നു കാണിച്ചത്? നിങ്ങൾ പറയുന്ന ഈ പെൺകുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളായി കണ്ട് സംരക്ഷിച്ച് എൻ്റെ കൂടെ ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചത്. അതല്ലായിരുന്നോ ഞാൻ ചെയ്യേണ്ടത്? അതോ അവളെ ഇവിടെ നിന്ന് ഞാൻ അടിച്ചിറക്കി വിടണമായിരുന്നോ?
എന്നൊക്കെ ബാലൻ ഇപ്പോൾ ഓരോന്നും കിടന്ന് ദേഷ്യപ്പെട്ട് പറയുന്നത് കണ്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിച്ചു, ഇനിയിപ്പോൾ അത് തിരുത്താനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ പെങ്ങൾ വൈജ ഒരു മാംസപിണ്ഡമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവളെ ആ സ്റ്റേജിലേക്ക് എത്തിച്ചത് ഞാനല്ല, നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. പിന്നെ അവളുടെ അഹങ്കാരവും അല്ലെങ്കിൽ ഇതൊന്നും ഈ രീതിയിൽ എത്തില്ലായിരുന്നു എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ ആകെ വിഷമിച്ച് ആ സോഫയിലേക്ക് പോയി ഇരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ശിവൻ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇനി പൊയ്ക്കോട്ടെ, നേരം വെളുക്കാറായി എന്ന് പറയുന്നു. അപ്പോൾ ബാലൻ പറയുന്നുണ്ട് പൊയ്ക്കോളാൻ. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി അവർ 3 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഗംഗാധരൻ അവരോട് പറയുന്നുണ്ട്, ഒന്ന് നിന്ന്, എനിക്കൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട് ഗംഗാധരൻ. എന്നിട്ട് അലീനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് അവളോട് ഒരു വാക്ക് പറയാനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ പോയി അലീനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അലീന വന്നു കഴിയുമ്പോൾ അലീനയോട് ഇപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, മോളെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് പോയപ്പോൾ നീ ആര് പറയാതെ തന്നെ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നും പോയത്. അതിനുശേഷം ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. നിൻ്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും പഴയ കാലത്തെ മനുഷ്യർക്ക് ചില ദുശീലങ്ങൾ ഉണ്ടായിരുന്നു. മതത്തിൻ്റെ പേരിലും പല കാര്യങ്ങളുടെ പേരിലും അവർ മനുഷ്യനെ വേർതിരിച്ചിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. അതിൽ നിൻ്റെ അമ്മ ഒരു ബലിയാടാണ്. ഇപ്പോഴും എൻ്റെ ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൻ്റെ അമ്മയോട് നീ ആരാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ചു ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത് പിന്നെയും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിന്നെ എൻ്റെ സ്വന്തം പെങ്ങളുടെ മകളായി തന്നെ കണ്ട് ആ ഇഷ്ടവും സ്നേഹവും കരുതലുമൊക്കെ മനസ്സിൽ വെച്ചേ ഞാൻ നിന്നെ കാണുകയുള്ളൂ. ആ സ്നേഹവും കരുതലുമെല്ലാം ഞാൻ നിനക്ക് തരും. അതുപോലെ നിനക്ക് എന്താവശ്യമുണ്ടായാലും നിന്നോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലീനയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഒരു പുച്ഛഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.